ब्रिकमोर हाशोक दहवहलो फार ब्रिकमो कोक दमे तोलो सा. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എല്ലാവർക്കും പ്രഭാതവന്ദനം. നമ്മുടെ കർത്താവായ യേശു തമ്പുരാന്റെ പീഡാസഹനത്തിന്റെ നാളുകളിലൂടെയാണ് ഞാനും നിങ്ങളും നടന്നു നീങ്ങുന്നത്. ശുദ്ധമുള്ള ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായം 27-ാം തിരുവചന ഭാഗം പഠിക്കുമ്പോൾ അവിടെ നമുക്കിങ്ങനെ കാണുന്നുണ്ട്. നമ്മുടെ കർത്താവായ യേശു തമ്പുരാൻ ഭാരമേറിയ ക്രൂശുമായി കാൽവരിയിലേക്ക് നടന്നു നീങ്ങുന്നതായിട്ട് കാണുന്നുണ്ട്. അവൻ നടന്നു പോകുന്ന വഴിത്താരയിൽ അനേകം സ്ത്രീകൾ അവനെ നോക്കി കരയുന്നുണ്ട്. അവൻ തിരിഞ്ഞ് അവരുടെ നേരെ നോക്കിയിട്ട് ഒരു കാര്യം പറഞ്ഞു: യെരുശലേം പുത്രിമാരെ, നിങ്ങൾ ആരും എന്നെ ചൊല്ലി കരയണ്ട, പിന്നെയോ നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരയുവിൻ. അതെ, ഈ കാലഘട്ടത്തിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. അനേകം മാതാപിതാക്കൾ ഇന്ന് മക്കളെ ചൊല്ലി കരയുന്നതായ സംഭവങ്ങളെല്ലാം നാം നിരന്തരം കാണുന്നുണ്ട്. മക്കൾക്ക് വേണ്ടി തീരാത്ത തോരാത്ത ചുടു കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുവാനുള്ള ആ ദൈവത്തിൻ്റെ കൽപ്പന എന്നും വിലപ്പെട്ടതാണ്. ഉള്ളിൽ അരുമക്കുഞ്ഞുരുവാകുന്നത് മുതൽ നിരന്തരം മിഴിനീരൊഴുക്കി പ്രാർത്ഥിക്കുന്ന ഭവനങ്ങളിലെ പിൻതലമുറക്കാർ നശിക്കുകയില്ല എന്നുള്ളത് സത്യമുള്ള കാര്യമാണ്. ഒരുപക്ഷെ അടിതെറ്റിയെന്നും വഴിപിഴച്ചെന്നും വരാം, പക്ഷേ അതുകൊണ്ടൊന്നും ഈ ലോകം അവസാനിക്കുന്നില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ, എല്ലാ പുഴകളും താഴോട്ടൊഴുകുമ്പോൾ നമ്മുടെ മാതാപിതാക്കളുടെ കണ്ണുനീർ തുള്ളികൾ എങ്ങോട്ടാണ് ഒഴുകുന്നത്? അത് മറ്റെങ്ങോട്ടുമല്ല, സ്വർഗത്തിലേക്ക് കുതിച്ചൊഴുകുന്ന വൻ നദികളായി മാറുകയാണ്. പെറ്റമ്മയുടെ ഒരു തുള്ളി കണ്ണുനീർ സ്വർഗത്തിൽ പ്രളയം സൃഷ്ടിക്കുമെന്നുള്ളതായ ചൊല്ല് കണ്ണുനീർ തുള്ളികളുടെ വിലയും നിലയും വിളിച്ചറിയിക്കുന്ന ഒന്നു തന്നെയാണ്. നിങ്ങൾ ആരെങ്കിലും വിശുദ്ധനായ അഗസ്തീനോസിന്റെ ജീവചരിത്രം വായിച്ചിട്ടുണ്ടോ? മകന് വേണ്ടി കണ്ണുനീരിന്റെ കടല് സൃഷ്ടിച്ച് പ്രാർത്ഥിച്ച വിശുദ്ധയായ മോണിക്കയുടെ മകനാണ്. അവൾ എന്നും ദേവാലയത്തിൽ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കാൻ ചെല്ലും. എന്തിനാണെന്നറിയാമോ? വഴിപിഴച്ചു പോയ, സങ്കടപ്പെട്ടു പോകുന്ന തൻ്റെ മകനെ ഓർത്ത്. പുണ്യസഭാപിതാവായ വിശുദ്ധനായ അബ്രോസ് ആ മകളോടൊരു ദിവസം പറഞ്ഞു: മോളെ, നീ ഭാരപ്പെടേണ്ട, കണ്ണുനീരിൻ്റെ സന്തതി ഒരിക്കലും നശിച്ചു പോകുകയില്ല. ആ പുത്രനാണ് പിന്നീട് വിശുദ്ധനായ അഗസ്തീനോസായി തീർന്നത്. സ്നേഹമുള്ളവരെ, ഇപ്രകാരം വചനം പറഞ്ഞു യെരുശലേം പുത്രിമാരോട് കരയുവാൻ കൽപ്പിച്ചു. കർത്താവ് നമ്മോടും ഇന്ന് കൽപ്പിക്കുന്നു: കരയുവിൻ, നമ്മെ ഓർത്ത് കരയുവിൻ, നമ്മുടെ സന്താനങ്ങളെ ഓർത്ത് കരയുവിൻ. ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ ധ്യാനിക്കാം. കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾക്കായി നീ ഏറ്റൊരു പീഠ, താഴ്ചകളേറ്റം ധന്യം നാഥ.